ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു വിശപ്പും ഒരു ക്രേവിങ്സ് ഒക്കെ തോന്നും. നമ്മളിപ്പോൾ ആഹാരം നല്ലപോലെ കഴിച്ചിട്ടാണെങ്കിൽ തന്നെ നമുക്കൊരു എന്താ പറയുന്നത്, എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഉള്ള ഒരു തോന്നത്തില്ല. ചില സമയത്ത് ഒരു ക്രേവിങ്സ് തോന്നത്തില്ല. അങ്ങനെ തോന്നി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ വീണ്ടും ഇപ്പോൾ ഈറ്റിംഗ് വിൻഡോയിലാണെങ്കിലും ഫാസ്റ്റിംഗ് വിൻഡോയിലാണെങ്കിലും വീണ്ടും ആ തോന്നിയ കാര്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഒരു ക്രേവിങ്സ് വരാതെയും അങ്ങനെ ഒരു എന്താ പറയുന്നത് വേണ്ടാത്ത ഒരു തരം വിശപ്പ് വരാതെയൊക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, എൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ കൂടെ ചേർത്ത്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഈറ്റിംഗ് വിൻഡോയിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈറ്റിംഗ് വിൻഡോയിൽ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും കുറച്ച് എന്താ പറയുന്നത് നട്ട്സിൽ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നട്ട്സിലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം വേണ്ട കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബിന് കാർബ് വേണം, പ്രോട്ടീന് പ്രോട്ടീൻ വേണം, ഫൈബറിന് ഫൈബർ വേണം. ഇതെല്ലാം ചേർത്ത് ഒരു മീല് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് എന്താ പറയുന്നത്, നമ്മുടെ വയറ് നിറഞ്ഞു തന്നെ നമുക്കൊരു ഫുൾനെസ് ഫീൽ ചെയ്യും. ഈ പ്രത്യേകിച്ച് ഈ ഫൈബർ അടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഫുൾനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് ആ ഒരു ക്രേവിങ്സിനെ എന്താ പറയുന്നത് പോകത്തില്ല. അത് നിങ്ങളിപ്പം എനിക്കത് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, വേണ്ട രീതിയിൽ നമ്മൾ ഈ കാർബും ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ഒരു മീൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തില്ല. ഞാൻ മിക്കവാറും എൻ്റെ ഉള്ള ഒരു ഫുഡ് ഐറ്റംസിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ചെറുപയർ എന്നുള്ള ഒരു കാര്യം. ഈ ചെറുപയർ എന്ന് പറഞ്ഞ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഞാൻ പറയുകയാണ്, ഭയങ്കര വയർ നല്ല ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ ചെറുപയർ ഉൾപ്പെടുത്തിയാൽ ഭയങ്കര നല്ലതാണ്. ചെറുപയർ പുഴുങ്ങിയത് കുറച്ച് തേങ്ങ തിരുമ്മിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഭയങ്കരമായി നമ്മുടെ വയറ് നിറഞ്ഞ ഫീലിംഗ് കിട്ടും. നമുക്ക് പ്രോട്ടീനും ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു വേണ്ടാത്ത തരം ക്രേവിങ്സ് ഒഴിവാക്കി കിട്ടും. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മിക്കവാറും ഉള്ളവർക്ക്, ഇപ്പം ഒരു ഡയറ്റ് എടുക്കാത്തവർക്ക് വരെ തോന്നുന്നതാണ് അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒരു വിശപ്പ് തോന്നുക, വീണ്ടും ഒരു ക്രേവിങ്സ് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുക. അത് കൂടുതലും നമ്മൾ കഴിക്കുന്ന മീല് എന്താ പറയുന്നത് ഒരു ബാലൻസ്ഡ് മീൽ അല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് വേണ്ട കാർബ് പ്രോട്ടീൻ ഫൈബർ സംഭവങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ക്രേവിങ്സ് തോന്നുന്നത്. നോർമൽ ആയിട്ടുള്ളവർക്ക് ഇതിന് വേറൊരു ഭാഗവും കൂടെ ഉണ്ട്. നമുക്ക് ചില ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്രേവിങ്സ് തോന്നും, ഇങ്ങനെ പല ക്രേവിങ്സുകൾ തോന്നും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബ്ലഡിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, എന്തെങ്കിലും അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഈ ഐസ് തിന്നാൻ തോന്നുക, ഇങ്ങനെ കരിക്കരാന്ന് കടിക്കുന്ന സംഭവങ്ങൾ തിന്നാൻ തോന്നി ഈ അയൺ ഡെഫിഷ്യൻസീസ് ഉള്ളവർക്കാണെന്നാണ് പറയുന്നത്. അവർ ഈ ഐസ് തിന്നുമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ നോർമലായ ഒരു വ്യക്തി വീണ്ടും രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിശപ്പ്, വീണ്ടും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മീല് പ്രോപ്പർ ആയിട്ടല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് എടുക്കുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മെയിനായിട്ടും അത് ബ്രേക്ക്ഫാസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായ ഇമ്പ്രൂവ്മെന്റ്, മീൻസ് ഭയങ്കരമായി അത് ഒരു മാറ്റം തോന്നും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെങ്കിൽ, ബാലൻസ്ഡ് ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള മീലുകൾക്ക് നിങ്ങൾക്ക് അത്രയും ഒരു എന്താ പറയുന്നത്, അത്ര നിങ്ങൾക്കൊരു ഇത് തോന്നത്തില്ല. ചെറുപയർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെറുപയർക്ക് ഇഷ്ടമല്ലാത്തവർക്കും നമ്മുടെ മുട്ട, പിന്നെ കുറച്ച് ഇങ്ങനെ വെജിറ്റബിൾസ്, എന്തെങ്കിലും സാലഡ്സ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു മീല് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാക്കി വരുന്ന 2 മീലിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും ഒരു ആഗ്രഹം തോന്നത്തില്ല.
എനിക്കത് നല്ല അനുഭവമുള്ള കാര്യം. പിന്നെ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്. ചിലപ്പം ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നില്ലായിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവുന്നവരുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, നമ്മൾ പ്രോപ്പറായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് അനാവശ്യമായിട്ട് കഴിക്കാൻ തോന്നത്തില്ല. അനാവശ്യമായി അടുത്ത മീലുകൾ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് വെച്ചാൽ അൺഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ ഈ എന്താ പറയുന്നത്, ഈ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ഈ ചെറുപയർ, കടല, പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാറ്റം വരും. നല്ല ഒരു മാറ്റം വരും നമ്മുടെ ആ ഒരു വിശപ്പിന്. അത് അങ്ങനെ ഇപ്പം അങ്ങനെ ഒരു ക്രേവിങ്സ് ഒക്കെ ഉള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഇങ്ങനെ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ ഇങ്ങനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം നന്നായിട്ട് കുടിച്ചാൽ തന്നെ നല്ല പോലെ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത് എന്താ പറയുക, അനാവശ്യമായ വിശപ്പുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഈ ചോറുണ്ണുന്നതിന് മുമ്പ് ഉച്ച ആകാറായിരിക്കുമ്പം കൊച്ചിലെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ 3ലും 4ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കാൻ വരുമ്പോഴത്തേനും അമ്മ പറയും, വെള്ളം ഇപ്പം കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പങ്ങ് കെട്ടു, ഉച്ചക്കത്തെ വിശപ്പങ്ങ് കെട്ടുപോകുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ കഴിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കഴിക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ആഹാരം കഴിക്കണം. അല്ലാത്ത സമയങ്ങളിൽ വെള്ളം കുടിക്കുക. പിന്നെ ഈ ബ്ലാക്ക് കോഫി എത്രത്തോളം ഹെൽത്തി ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ബ്ലാക്ക് കോഫി, കട്ടൻ ചായ, മധുരമില്ലാത്ത കട്ടൻ ചായ, പിന്നെ ഗ്രീൻ ടീ, ഈ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷുഗർ ഇടാതെ ഉള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് കഴിക്കാമെന്നാണ് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഇതിനിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു അമിതമായ വിശപ്പും ആ ഒരു ഇതും ഒക്കെ അങ്ങ് നിൽക്കും. പിന്നെ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കിനും ചില ആൾക്കാർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം ഷുഗർ വേണ്ടാന്ന് വെക്കത്തില്ല. ഇപ്പം ഞാൻ ഷുഗർ വേണ്ടാന്ന് വെച്ച ഒരാളാണ്. ഷുഗർ വേണ്ടാന്ന് വെക്കാത്തവർ ഈ ഈറ്റിംഗിൻ്റെ ഓയിലും ഷുഗറുള്ള ചായയൊക്കെ കുടിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ അമിതമായ ഷുഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രേവിങ്സ് കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമിതമായ ഷുഗറും അമിതമായ കാർബോഹൈഡ്രേറ്റും, കൂടുതൽ കാർബ് കഴിച്ചാലും കൂടുതൽ ഷുഗർ കഴിച്ചാലും ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു ക്രേവിങ്സ് കൂടും. വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹം കൂടുമെന്നാണ്. വയററിയാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ആ ഒരു സംഭവം കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഷുഗർ മിതത്തിൽ ഒട്ടും കഴിക്കാൻ, അത് ഷുഗർ കഴിക്കാതെ പറ്റാത്തവർ കുറച്ച് കഴിക്കുക, വളരെ കുറച്ച്. ഞാൻ പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലുള്ള ഡയറ്റ് എടുക്കുന്നവർ, അതായത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ വൈറ്റ് ഷുഗർ എന്ന് പറഞ്ഞ സംഭവം അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാലും ശരിക്കും നമുക്ക് വെയിറ്റ് ലോസ് നന്നായിട്ട്, അത് ഭയങ്കര ചീത്തയാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെയ്യാൻ പറ്റാത്തവർ കുറച്ച് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഒരു ദിവസം ചായക്കകത്തിട്ട് കുടിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായ ഒന്നും മധുരം ഇല്ലാതെ കുടിക്കാൻ പറ്റാത്തവരുടെ കാര്യം പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്രേവിങ്സ് കൂടും. പിന്നെ അതിന് പകരം ഞാൻ നേരത്തെ എൻ്റെ ഫുഡ് റൂട്ടീൻ വീഡിയോയിൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഷുഗർ നിങ്ങൾക്ക് പറ്റത്തില്ല, ഷുഗർ ഭയങ്കരമായ ഒരു ക്രേവിങ്സ് തോന്നുകയാണ് ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പം. ഇപ്പം ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ടും ഒക്കെ ഒരു ക്രേവിങ്സ് തോന്നുവാണെങ്കിൽ ഈ റേസിൻസ് വാങ്ങിച്ച് വെക്കും, ഉണക്കമുന്തിരി വാങ്ങിച്ച് വെച്ചിട്ട് അത് 2 എടുത്ത് തിന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കറുത്ത മുന്തിരി ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ആ ഒരു ഷുഗറിന്റെ ആ ഒരു ക്രേവിങ്സ് അങ്ങ് പെട്ടെന്ന് ഇല്ലാതായി പോകും. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ 2 കശുവണ്ടിയും കൂടെ തിന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. 2 കാഷ്യൂനട്ടും 2 റേസിൻസും കൂടെ തിന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു ക്രേവിങ്സ് പെട്ടെന്ന് അങ്ങ് അമങ്ങും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ്സ്, എനിക്ക് ഡേറ്റ്സ് വലിയ ഇഷ്ടമല്ല. എനിക്ക് ആ ഡേറ്റ്സിന്റെ മധുരം എനിക്ക് ഒട്ടും പിടിക്കത്തില്ല.
പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഡേറ്റ്സ് പിടിക്കത്തില്ല. ഡേറ്റ്സ് കഴിച്ചാലും മതിയായിരിക്കും, പക്ഷെ ഡേറ്റ്സ് കഴിച്ചാൽ എനിക്ക് തോന്നുന്നു വണ്ണം വെക്കുമെന്ന് തോന്നുന്നു. ഈ ഡേറ്റ്സ് എന്ന് പറയുന്ന സംഭവം വെയിറ്റ് കൂട്ടാനാന്ന് തോന്നുന്നു എല്ലാവരും ഉപയോഗിക്കുന്നത്. എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഞാൻ ചെയ്യുന്നത് ഇതാണ്, ഞാൻ കുറച്ച് ബ്ലാക്ക് റീസൺസ്, നമ്മുടെ ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി അല്ലെങ്കിൽ കിസ്മിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് 2 എണ്ണം തിന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ കിട്ടും. എനിക്ക് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഒരു ഷുഗർ ക്രേവിംഗ് ഒക്കെ വരുമ്പം ഈ ഡയറ്റിന്റെ ഇടയ്ക്ക് ഈറ്റിംഗ് വിൻഡോയില്, ഫാസ്റ്റിംഗ് വിൻഡോയിലല്ല, ഈറ്റിംഗ് വിൻഡോയില്. ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറഞ്ഞ സംഭവം, ഈറ്റിംഗ് വിൻഡോ പ്രോപ്പർ ആണെങ്കിൽ ഫാസ്റ്റിംഗ് വിൻഡോ നല്ല രീതിക്ക് അങ്ങ് പോകും, നമുക്ക് തോന്നത്തേ ഇല്ല. ഈറ്റിംഗ് വിൻഡോ പ്രോപ്പർ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് 3 മീൽ കഴിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് വിൻഡോ നല്ല രീതിയിൽ പോകും. കാരണം നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോയിൽ ആകെപ്പാടെ എത്ര നേരമാണ്, ഇപ്പം ഞാനാണെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കിടക്കുമല്ലോ. അപ്പം അത്രയും നേരത്തെ ആ ഒരു 4-5 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് നമ്മൾ പിന്നെ നമ്മൾ ഉറങ്ങുകയാണ്. പിന്നെ അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമില്ല. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, ഈറ്റിംഗ് വിൻഡോയിൽ പ്രോപ്പറായിട്ട് മീൽ എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് വിൻഡോയിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്കത് ഇത് ചെയ്ത് എടുക്കാൻ പറ്റും. വെള്ളം കുടിച്ചാൽ മതി, വെള്ളം മാത്രം. പിന്നെ ഗ്രീൻ ടീ കുടിക്കേണ്ടവർക്ക് ഗ്രീൻ ടീ കുടിക്കുക. ആ സമയത്ത് ബ്ലാക്ക് കോഫി അലോ ചെയ്യുമെന്ന് തോന്നുന്നു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ. മധുരമില്ലാത്തത്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മധുരമില്ലാത്ത ബ്ലാക്ക് കോഫിയും ഗ്രീൻ ടീ ഒക്കെ കുടിക്കാമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി അറിയാവുന്ന അത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, ഞാൻ പറയില്ല, ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഫാസ്റ്റിംഗ് വിൻഡോയിൽ അത് ചെയ്യാമെന്ന് പറയുന്നു. പിന്നെന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്, ഈ മീലിലാണ് നമ്മൾ എടുക്കുന്ന മീല് പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ വയറ് നമുക്കൊരു ഫുൾനെസ് തോന്നുന്ന രീതിയിൽ ഒരു മീൽ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഫുൾനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ഫൈബർ കണ്ടന്റ് ആണ് ഉൾപ്പെടുത്തേണ്ടത്. അങ്ങനെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തിയുള്ള മീൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ക്രേവിങ്സും കാര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കും. പിന്നെ ഷുഗർ അവോയ്ഡ് ചെയ്യുക, മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്ത് തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുക. പിന്നെ ഈ പറഞ്ഞ ഷുഗർ കഴിക്കാൻ താല്പര്യമുള്ളവര് ഇതുപോലെ എന്തെങ്കിലും ഈ ഉണക്കമുന്തിരി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും, ഈറ്റിംഗ് വിൻഡോയിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാലും മതി, അത് ശരിയാകും. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഓറഞ്ച് കഴിക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നല്ല മധുരമുള്ള പഴം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ശരിയാകും. ജാഗറി ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പം ഞാൻ ഷുഗറിനെ റീപ്ലേസ് ചെയ്യാൻ പറയത്തില്ല. കാരണം അതിനകത്തും വൈറ്റ് ഷുഗറിന് അത് കലോറി ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, വൈറ്റ് ഷുഗറിൻ്റെ േക്കാളും ഗുണങ്ങൾ കൂടുതലുണ്ടെന്നല്ല, വൈറ്റ് ഷുഗറിന് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ജാഗറി ആകുമ്പോൾ അയൺ കണ്ടന്റ് ഉണ്ട് അതിനകത്ത്, അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. അപ്പോൾ അതാണ് വേറൊരു, ജാഗറി റീപ്ലേസ് ചെയ്താൽ കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷനാണ്. പക്ഷെ നമുക്ക് വെയിറ്റ് ലോസിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ചെയ്യാറില്ല. ഹെൽത്തി സംഭവമാണ്, വെയിറ്റ് ലോസിന് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഗുണങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പം ജാഗറി ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ ഉണക്കമുന്തിരിയും 2 കാഷ്യൂനട്ടും കൂടെ കഴിക്കുക, അല്ലെങ്കിൽ ഉണക്കമുന്തിരി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിശപ്പല്ല, ആ ഒരു മധുരത്തിനോടുള്ള ഒരു ഇതങ്ങ് കുറയും. പിന്നെ ഇത്രയൊക്കെയാണ് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള കാര്യം. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും പ്രോപ്പറായിട്ട് നമുക്ക് ചേരുന്ന സംഭവം എടുക്കുക. ഇപ്പം എന്താ പറയുന്നത്, നമ്മളെ എപ്പോഴാണ് എന്നുവെച്ചാൽ നമ്മുടെ ബോഡിക്ക് ചേരുന്ന നമുക്ക് സൗകര്യമുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പറയുന്ന കുറേ കാര്യങ്ങളും കൂടെ ഡീൽ ചെയ്യാൻ പറ്റും, ഈ ഹങ്കർ ആൻഡ് ക്രേവിങ്സ് ഒക്കെ. ഇപ്പം ചിലവർ 80:16 അങ്ങ്, ഞാൻ നേരത്തെ പറയുന്നുണ്ട്, 80:16 ഒന്നും ചാടി കയറി ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും ഒക്കെ തുടങ്ങുമ്പം എടുക്കല്ല. എപ്പോഴും കുറഞ്ഞ, ഞാൻ പറഞ്ഞ നല്ല ഒരു, ഇപ്പം ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 10:14 ആണ്. ആ ഒരു സംഭവം നല്ല ഒരു ടൈമിംഗ് ആണ്. അങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം എല്ലാവർക്കും. 14:10 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 hours ഫാസ്റ്റിങ്ങും 10 hours ഈറ്റിങ്ങും, അതൊരു പ്രോപ്പർ ഒരു 3 മീലൊക്കെ കഴിക്കാനുള്ള സമയം കിട്ടും. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ വിശപ്പിനും നമ്മുടെ ഇതിനും അനുസരിച്ച്
നമ്മുടെ ജോലി സൗകര്യത്തിനും എല്ലാം അനുസരിച്ച് ആ ഒരു ടൈം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ നമ്മുടെ ക്രേവിങ്സ് ഒക്കെ മാറിക്കിട്ടും. അപ്പം നമ്മുടെ ഈ വേണ്ടാത്ത വിശപ്പും വേണ്ടാത്ത ക്രേവിങ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് മെയിനായിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീല് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ടീ കുടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേണ്ടാത്ത തരം വിശപ്പും ക്രേവിങ്സും ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഷുഗർ, അമിതമായിട്ടുള്ള ഷുഗറും അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രേവിങ്സ് കൂടും. അപ്പം അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ കാര്യം പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ വയറ് നിറഞ്ഞിരിക്കാൻ പാകത്തിന്, മീൻസ് നമ്മുടെ മീലിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ കാര്യം പറയാം. നമുക്ക് കുറേ നേരം വയറ് നിറഞ്ഞിരിക്കാനും ഒക്കെ മെയിനായിട്ടും പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കുറേ നേരം നിറഞ്ഞിരിക്കും. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എഗ് ഉൾപ്പെടുത്താം, ഫിഷ് ഉൾപ്പെടുത്താം, പിന്നെ നട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾനെസ് കിട്ടും. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മുടെ നമ്മൾ കഴിക്കുന്ന മീലിന്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നമ്മൾ ഫൈബർ സംഭവങ്ങൾ, ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗ്രെയിൻസ്, നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈജഷൻ, ഫൈബർ സ്ലോ ആയിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമുക്ക് ആ ഒരു ഫുൾനെസ് കിട്ടും. പിന്നെ ഈ റിഫൈൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, റിഫൈൻഡ് ഫുഡ്, റിഫൈൻഡ് കാർബ്സ്, അതായത് മൈദ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, റിഫൈൻഡ് ഫ്ലോറിൽ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ്സ് വീണ്ടും കൂടുമെന്നാണ് പറയുന്നത്. അത് ബ്ലഡ് ഷുഗർ ലെവല് കൂട്ടും നമ്മുടെ ബോഡിയിൽ. അപ്പം അങ്ങനെ നമ്മുടെ ക്രേവിങ്സ് കൂട്ടുമെന്നാണ് പറയുന്നത്. ഈ റിഫൈൻഡ് കാർബ്സ്, പിന്നെ ഷുഗർ ആയിട്ടുള്ള വൈറ്റ് ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ക്രേവിങ്സ് കൂട്ടും. അത് നമുക്ക് വീണ്ടും കുഴപ്പമാകത്തേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾനെസ് കിട്ടുമായിരുന്നു. ഇപ്പം രാവിലെ, ഫോർ എക്സാമ്പിൾ, രാവിലെ ദോശയാണെങ്കിൽ ദോശയുടെ കൂടെ ചെറുപയർ പുഴുങ്ങിയത് കഴിക്കുക, അല്ലെങ്കിൽ കോഴിമുട്ട കഴിക്കുക. 1-2 കോഴിമുട്ട കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് കഴിക്കുക. പിന്നെ വേറൊരു കോംബോ എന്ന് പറയുന്നത് ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ടയും. അതൊരു ബാലൻസ്ഡ് മീലായിട്ടാണ് പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതൊരു നല്ല കോംബോ ആണ്. ഏത്തപ്പഴം പുഴുങ്ങിയതിനകത്ത് കാർബോഹൈഡ്രേറ്റ്, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. പിന്നെ മുട്ടയ്ക്കകത്ത് പ്രോട്ടീനാണ്, ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ ഒരു ബാലൻസ്ഡ് മീലാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെറുപയർ പുഴുങ്ങിയതും കൂടെ കഴിക്കാം. പിന്നെ കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയുള്ള വെജിറ്റബിൾസ്, ഒരു സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല വയറ് ഫില്ലിംഗ് ആണ്. ഇനിയിപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയതും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പയർ പുഴുങ്ങി കൂടെ കഴിച്ചു കഴിഞ്ഞാൽ, തേങ്ങാതിരി ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതും ഒരു നല്ല ഒരു മീലാണ്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ഹെൽത്തിയർ ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞ സംഭവമൊക്കെ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല പോലെ ഈ ഇലക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ, മീൻ കഴിക്കുക, ചിക്കൻ കഴിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വെജിറ്റബിൾസ്, ഇലക്കറികളും വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് അങ്ങനെ ഒരു പ്രോപ്പർ ഒരു മീല് കഴിച്ചു കഴിഞ്ഞാൽ അതും നല്ലതാണ്. കൂടുതലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴുള്ള ഒരു ഡയറ്റ് എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, നമ്മൾ ഡയറ്റിലാണെന്ന് കരുതി കഴിക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയം, ഇപ്പം എനിക്കില്ല കേട്ടോ, ആദ്യ കാലങ്ങളിലാണ് ഇതൊക്കെ ഒരു ശീലമാണ്. പിന്നെ നമ്മൾ ആ ഒരു ശീലത്തിലേക്ക് നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ പോകും. നമ്മൾ കുറച്ചൊന്ന് നമ്മുടെ ആ ഒരു മാനസികമായ ഒരു സംഭവമാണ്. അതൊരു ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്രാക്കിൽ അങ്ങ് ഓടിക്കോളും. പിന്നെ നമുക്കൊരു പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ വെയിറ്റും കുറഞ്ഞ് വരുന്ന കാണുമ്പോൾ പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒരു ഇത് കയറും. ഒന്നുകൂടെ നമുക്കൊരു മോട്ടിവേഷൻ ആകും. വെയിറ്റും കൂടെ കുറഞ്ഞ് കാണാൻ വീണ്ടും നല്ല രീതിയിൽ നല്ലതായിട്ട് എടുക്കാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് നാളത്തെ ആ ഒരു ബുദ്ധിമുട്ടാണ്.
അപ്പം മനസ്സ് നിറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് വലിയ കുഴപ്പം വരത്തില്ല. അതുകൊണ്ട് ആ രീതിയിൽ അത് ഓരോരുത്തരുടെയും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് മെയിനായിട്ടും വേണ്ട കാര്യം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ അതെല്ലാം ഗ്രാജുവലി ചെയ്ത കാര്യങ്ങളാണ്. അല്ലാതെ എനിക്ക് ഇത് തുടങ്ങുമ്പോൾ ഞാൻ പറയാം, എനിക്ക് മുടിപൊഴിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് തുടക്ക സമയത്ത്. അതൊക്കെ ഞാൻ പിന്നെ ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അതൊക്കെ മാറ്റി കൊണ്ടുവരുമായിരുന്നു. അപ്പം അതൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിന് എന്താണോ ഇഷ്ടം, നമ്മുടെ ബോഡിക്ക് എന്താണ് പറ്റുന്നത്, അതൊക്കെ നോക്കി കണ്ടുപിടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് വരും. അതിനൊരു ക്ഷമയും കൂടെ വേണം. ഒരു ക്ഷമ വേണം, ഒരു കൺട്രോൾ വേണം മാനസികമായിട്ടും. അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും, വെയിറ്റ് ലോസ് കൊണ്ടുവരാൻ പറ്റും. അപ്പം കഴിക്കുമ്പം ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള മീലുകൾ കഴിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇത് വരും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കൂടുതലും വർക്കായിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ കഴിക്കുക. എല്ലാ മീലും ബാലൻസ്ഡ് ആയിട്ട് തന്നെ കഴിക്കണം. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചുകൂടെ നമ്മൾ വയറ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ട് കഴിക്കുക. ലഞ്ച് കുറച്ച് കൂടെ കഴിക്കുക. ഡിന്നർ കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഡിന്നറിന് ഒരു ബൗള് സാലഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. ഡിന്നറിൽ അങ്ങനെ അങ്ങനെ കഴിച്ച് നിർത്താൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ കഴിച്ചൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ബോഡിക്കും നല്ലതാണ്, വെയിറ്റ് ലോസിനും നല്ലതാണ്. നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇതൊരു അതൊക്കെ സ്വന്തമായിട്ട് തോന്നേണ്ട കാര്യമാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അതെ. നമ്മളൊരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതൊരിക്കലും മറ്റുള്ളവർ പുഷ് ചെയ്ത് മറ്റുള്ളവർ നിർബന്ധിച്ച് ചെയ്യല്ല. അതൊരിക്കലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവത്തില്ല. നമുക്ക് സ്വയമേ തോന്നും എനിക്ക് വണ്ണം കുറയ്ക്കണം, എനിക്ക് നല്ലതായിട്ടിരിക്കണം, എന്നുവെച്ചാൽ ഹെൽത്തി ആയിട്ട് എനിക്ക് വണ്ണം കുറയ്ക്കണം, അതിന് കുറച്ച് സമയം വേണം, അതിന് നമുക്കൊരു ക്ഷമ കൊടുക്കണം. മീൻസ് അതിന് കുറച്ച് ടൈം കൊടുക്കണം. ഒരു 5-8 മാസമൊക്കെ അല്ലെങ്കിൽ ഒരു 8-9 മാസത്തിലൊക്കെ വണ്ണം കുറച്ചാൽ മതി എന്നുള്ള ഒരു രീതിയാണെങ്കിൽ നല്ല കാര്യമാണ്. പതുക്കെ വണ്ണം കുറച്ചാൽ മതി. അല്ലാതെ ഒരു മാസത്തിനുള്ളിൽ 3-4-5 കിലോ കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചീത്തയാണ് ബോഡിക്ക്. അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറയില്ല. എന്തായാലും ഒരു 5-8 മാസത്തിൽ നിങ്ങൾ വണ്ണം കുറയ്ക്കാവുള്ളൂ. പതുക്കെ നമ്മൾ ആ ഒരു ക്ഷമ കൊടുക്കണം. നമ്മൾ ആ ഒരു ടൈം കൊടുക്കണം. അതാണ് നല്ലത്. ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊക്കെ എത്ര കിലോ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഒരു ഡോക്ടറെ കാണുക. ഈ ഒരു ഡയറ്റീഷ്യനെ കണ്ടു കഴിഞ്ഞാലാണ് അത് പ്രോപ്പറായിട്ട് ശരിയാവത്തുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കുളമായി പോകത്തേ ഉള്ളൂ. കാരണം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഡയറ്റീഷ്യനെ അറിയാവുന്ന അത്ര വിവരം നമുക്കില്ല. ഇതിപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ ചെയ്തപ്പോഴത്തേനും എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു ഒരു മാസം കൊണ്ട് എനിക്ക് 5-8 കിലോ കുറയ്ക്കണമെന്നുള്ള കാര്യം എൻ്റെ മൈൻഡിലേക്ക് ദൈവം സഹായിച്ച് വന്നിട്ടില്ല. എനിക്ക് എന്തോ ആ സമയത്ത് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ ആയതുകൊണ്ട് എനിക്ക് പതുക്കെ മതി. ഞാൻ അതിന് സമയം കൊടുത്താണ്. ആരും ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് നീ എന്താ അങ്ങനെ എന്നെ പുഷ് മീൻസ് എന്നെ മാനസികമായി തളർത്തുന്ന ആരും എൻ്റെ ചുറ്റിനും ഇല്ലായിരുന്നു. വണ്ണം കുറയ്ക്കാനെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു മാനസികമായി എനിക്ക് ആ ഒരു ക്ഷമ എനിക്ക് വന്നു. പതുക്കെ കുറച്ചാൽ മതി. എൻ്റെ ആവശ്യമാണ് ഞാൻ വണ്ണം കുറഞ്ഞിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതൊരു എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് എക്സർസൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ച് തുടക്കത്തിൽ ഞാൻ കുറച്ച് ഇതാക്കിയെങ്കിലും തുടക്ക സമയത്ത് നമുക്ക് ഈ ആദ്യമായിട്ട് ഡയറ്റ് എടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും പിന്നെ ഞാനത് ഇത് ചെയ്തു വന്നു. പിന്നെ എനിക്ക് നമ്മൾ ആ ഒരു ട്രാക്കിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു ഇതിലായി
കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് എപ്പോൾ വേണേലും ഇത് റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അത് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ വണ്ണമെല്ലാം കുറച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തെങ്കിലും, എന്നെ സംബന്ധിച്ച് ഒരു 1-2 കൊല്ലത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ട് എനിക്ക് പിന്നെയും എനിക്കത് പിടിക്കാൻ പറ്റുന്നുണ്ട് തിരിച്ച് ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. കാരണം ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് വിജയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് വീണ്ടും ചെയ്ത ഇത് വിജയിക്കും എന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട്. എനിക്കിപ്പം വണ്ണം കുറയ്ക്കാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു കാര്യം ഇതായപ്പോഴത്തേനും എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. ഞാൻ ആ ഒരു പതുക്കെ ഞാനത് കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പം എല്ലാ വീക്കും എനിക്ക് പറഞ്ഞ പോലെ ഒരേ രീതിയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്ന വീക്കുകളെല്ലാം പ്രോപ്പറായിട്ട് ഞാനൊരു 5 ദിവസം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ തന്നെയാണ് പോകുന്നത്. എൻ്റെ വെയിറ്റ് കൂടാതിരിക്കാനാണ് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പം ആ ഒരു രീതി തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ആ ഒരു സമയം കൊടുക്കുക. ആ ഒരു സമയം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ച് പ്രോപ്പറായിട്ട് എക്സർസൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഉറക്കം ഒരു മെയിൻ ഘടകമാണ്. പ്രോപ്പറായിട്ട് ഉറങ്ങി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ച് ഇതെല്ലാം പറയണം, എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു ഡെഫിഷ്യൻസീസ്, ഒരു ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ പറ്റും. ആ ഒരു രീതിയിൽ കൊടുക്കുക, അതിനൊരു ടൈം കൊടുക്കുക, ആ ഒരു ഡിസിഷൻ എടുക്കുക, ആ ഒരു മാനസികമായ ഒരു കൺട്രോൾ നമുക്ക് വരുത്തുക. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എല്ലാവർക്കും എത്രത്തോളം മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താ പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.